സാറൊക്കെ എല്ലാവരും വരും. ഏതാണ്ട് സംസാരിക്കും. ഇതൊന്നൊക്കെ എടുത്തു സാരിയിലൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ആയിക്കോട്ടെ. ലൈവ് പോണ്ട് കേട്ടോ, ലൈവ് പോണ്ട്. എല്ലാവർക്കും സ്വാഗതം. കണ്ണാടി ഗ്രാമപഞ്ചായത്തില് ചേച്ചിയോടൊപ്പം ഇന്ന് രാവിലെ നമ്മളൊരു ചെറിയൊരു പരിപാടി ഇന്നലെ നമ്മൾ പെട്ടെന്നാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്യുന്നത്. ചേച്ചി കണ്ണാടി പഞ്ചായത്തിൽ കുറച്ച് ദിവസമായിട്ട് ഇലക്ഷൻ പരിപാടിയുമായിട്ട് കണ്ണാടി പഞ്ചായത്തിൽ ഉണ്ടെങ്കിലും നമ്മൾ പല പരിപാടികളും ചേച്ചി നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ചേച്ചിയോട് സംസാരിക്കാറുണ്ട്, ആണെങ്കിൽ നമ്മൾ ചേച്ചിയോട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ളത് ഇന്നലെ മണ്ഡലാധ്യക്ഷൻ അതേപോലെ ബന്ധപ്പെട്ട ആൾക്കാരും പറഞ്ഞപ്പോൾ വളരെ സന്തോഷമാണ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് തോന്നിയത്. എന്നാണ് പറഞ്ഞു വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നമ്മുടെ കണ്ണാടി പഞ്ചായത്ത് നമ്മുടെ പ്രവർത്തകർക്കിടയിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. കുറെ കാലമായിട്ട് ഞാൻ ഈ കമ്പനിയിലുള്ളതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ വിജയം. എനിക്കതാണ് പ്രാവശ്യം തോന്നിയത്. നമ്മൾ വീടായ നമ്മുടെ വാർഡിലെ പല പരിപാടികൾക്ക് പോകുമ്പോഴും ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എനിക്കൊന്ന് ഇപ്പോൾ നമ്മുടെ പല വാർഡുകളിലും ഇന്നും ഓലക്കുടലിൽ അല്ലെങ്കിൽ മറ്റേ ഷെഡ് മറച്ചിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചേച്ചി പറഞ്ഞ ചേച്ചിക്ക് വേണ്ടി ആശയം പറഞ്ഞത് എനിക്ക് തോന്നുന്നു വളരെ ഒരുപാട് എനിക്ക് നല്ല പരിപാടിയായിട്ടാണ് തോന്നിയത്. എന്താ പറഞ്ഞു വെച്ചാൽ ഇത് ചേച്ചി അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാരെന്താ അറിയണം, ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഇതിലൂടെ ചെയ്ത് നമ്മുടെ പ്രവർത്തകരുടെ ഒരു വിഷമം മാറി കിട്ടിയാൽ അത് വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ വാർഡുകളിലെ ചേച്ചി എം എൽ എ ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച എനിക്ക് ഒരു ചെറിയൊരു പരിപാടി എനിക്ക് എൻ്റെ വാർഡിൽ തോന്നിയ ഒരു ചെറിയൊരു കാര്യം, SC വെൽനസ് സെന്റർ ഞായറാഴ്ച കാലത്ത് SC വെൽനസ് സെന്റർ ആൻഡ് ഫിറ്റ്നസ് സെന്റർ ഏകദേശം 25 ലക്ഷം രൂപ മുടക്കിയിട്ട് ബ്ലോക്കിന്റെ ഒരു പരിപാടി നമ്മുടെ ഞായറാഴ്ച കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആ ഷെഡ് മാത്രം 25 ലക്ഷം രൂപയിൽ പണിതിട്ടുണ്ട്. അതിന് മുകളിൽ ഫിറ്റ്നസ് സെന്റർ പണിയെന്ന് പറഞ്ഞു വെച്ചാൽ അത് MLA ഫണ്ട് ഉപയോഗിക്കും. പല പ്രാവശ്യം അവിടുത്തെ വാർഡ് മെമ്പറും അല്ലെങ്കിൽ അവിടുത്തെ ബന്ധപ്പെട്ട ആൾക്കാരും MLA ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് 5 വർഷം മുമ്പ് ഷാഫി പറമ്പിൽ വന്ന് നമ്മളെ ബൈ ഇലക്ഷന് തള്ളിയിട്ട് അദ്ദേഹം പോയ ശേഷം വന്ന ആൾക്ക് ആ പരിപാടിയിലേക്ക് എത്തിനോക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതുപോലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് നേരിട്ട് ചേച്ചിയായിട്ട് ഇന്ററാക്ട് ചെയ്യാം, ചേച്ചിയോട് സംസാരിക്കാം, നിങ്ങൾക്ക് നിവേദനം എന്താ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോ ഈ പരിപാടിയാണ് നിങ്ങളെ കണക്ട് ചെയ്തത്. ബാക്കി ഈ പരിപാടി അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട്
പേനതൊരു പേനയും പേപ്പറും അല്ല അതിന്റെ ബാക്കിൽ എഴുതിയ ആൾക്ക് വായിക്കാൻ കൊടുക്കാൻ. വേദിയിരിക്കുന്ന ആരാധ്യയായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും മുൻ നഗരസഭാ ചെയർപേഴ്സണുമായ ശ്രീമതി പ്രമീല ശശിധരൻജി, അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ കെ ശിവദാസ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ വിരാരി മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ വിജയ്, അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അനീഷ്, ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ച് പിടിച്ചില്ലല്ലോ. നമുക്കറിയാം കാലങ്ങളായി ഇടതുപക്ഷവും വലതുപക്ഷവും നമ്മുടെ MLA ആയി വന്നൊരു മണ്ഡലമാണ് ഇത്. മാറി മാറി അവർ ഭരിച്ചുകൊണ്ടേയിരിക്കും. നിരന്തരം 5 വർഷം അവരാണെങ്കിൽ, അല്ലെങ്കിൽ 10 വർഷം CPM ആണെങ്കിൽ 5 വർഷം 10 വർഷം കോൺഗ്രസ്, അങ്ങനെ ജനങ്ങൾ മാറി മാറി പരീക്ഷിച്ചിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കണ്ണാടി പഞ്ചായത്തിൽ വീടില്ലാത്തവരുടെ, അതുപോലെ തന്നെ അതിദരിദ്ര വിഭാഗത്തിലെയും, അതുപോലെ നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അസുഖം മൂലവും പല സാമ്പത്തിക ബാധ്യതകൾ മൂലവും നിരന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയല്ലാതെ MLA-യോ MP-യോ ഉണ്ടായിട്ട് ഇന്ന് വരെ സാധാരണപ്പെട്ടവന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് നമ്മളെ പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന താഴെത്തട്ടിലിറങ്ങി നടക്കുന്നവർക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. അതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ നാളത്തെ 5 വർഷം നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നാളത്തെ 5 വർഷം നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും നല്ലതും സുഖ സൗകര്യത്തോടുകൂടി എല്ലാ കാര്യങ്ങളോടും കൂടി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ബൂത്തിലേക്ക് പോകേണ്ടത്, ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി. കാരണം ഇത്രയും കാലം മാറി മാറി പറ്റിച്ചവർക്ക് ഒരു മറുപടി, ഒരു മഷിയിലൂടെ, വിരൽ തുമ്പിൽ പുരട്ടുന്ന മഷിയിലൂടെ മറുപടി കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായാൽ നാളെ ഈ ഇരിക്കുന്ന എല്ലാവരുടെയും, നമ്മുടെ മണ്ഡലത്തിലെയും കണ്ണാടി പഞ്ചായത്തിലെയും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിത്തരുവാൻ നമ്മുടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻജിക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ അറിയാത്ത പല കാരുണ്യ പ്രവർത്തനങ്ങളും ഞാനടക്കം സത്യം പറഞ്ഞാൽ ഈയിടെയാണ് അറിഞ്ഞത്. ചേച്ചി ചെയ്യുന്ന പല പ്രവർത്തികളുടെയും കുറെ നിരവധി കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിക്കൽ, അതുപോലെ നമ്മൾ കേട്ട അഭിമാനം കൊള്ളുന്ന രീതിയിൽ നിരവധി പ്രവർത്തനങ്ങൾ ആരെയും അറിയിക്കാതെ നമ്മുടെ സ്ഥാനാർത്ഥി ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു MLA ഒരു അധികാര സ്ഥാനത്ത് ഇരുന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഊഹിച്ചാൽ മാത്രം അറിയാം. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വികസനമായാലും വ്യക്തിപര ആനുകൂല്യങ്ങളായാലും നമ്മുടെ ഇവിടുത്തെ ഇടതുവലത് മുന്നണികൾ വന്നിട്ട് രാഷ്ട്രീയം നോക്കി മാത്രം ഇവിടുത്തെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ആ ഒരു നിലപാടിന് അത് മാറ്റിക്കൊണ്ട് എല്ലാവർക്കും ഒരേ രീതിയിൽ അവർക്ക് അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ അവരുടെ കയ്യിൽ എത്തിക്കുക. അത് ഏത് രാഷ്ട്രീയക്കാരോ ഏത് മതമോ ഏത് ജാതിയോ ആയിക്കോട്ടെ, ആ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് ഇത്രയും കാലം പോയ ശോഭാ ചേച്ചിയാണ് ഇന്ന് ഇവിടുത്തെ മെയിൻ താരം. എന്തായാലും നമ്മുടെ MLA എന്ന് തന്നെ പറയാം. ഞാൻ ഈ പരിപാടിയിലേക്ക് നമ്മളുമായി ഒരു ചായ കുടിച്ച് ചർച്ച ചെയ്യുന്നത് നിവേദനം തരാൻ പറയും. അപ്പോ ഇവിടെ വന്നിട്ടുള്ള നിവേദനം കൊടുക്കാൻ വന്നിട്ടുള്ള നമ്മുടെ അമ്മമാർ, പെങ്ങന്മാരും എല്ലാവരും ഒന്ന് ഓരോരുത്തരായിട്ട് ജസ്റ്റ് ഒന്ന് നിവേദനം കൊടുക്കണമെന്ന് അതിന്റെ ഷാൾ അണിയിക്കുവാൻ എല്ലാവരും ഇതില് നമ്പർ എഴുതിയില്ല. അമ്മേനെ തിരിച്ചു വിളിക്കാനായിട്ട് ഉണ്ടോ ഇതിൻ്റെ ഉള്ളില്? ശരി, തന്നു. ചെമ്പക 14 വർഷമായി ഭർത്താവും അതുപോലായി മരിച്ചു. വെട്ടുപുറത്ത് നോക്കാൻ എനിക്ക് ഇങ്ങനെ വഴിയില്ല. അടുത്തവരുടെ സാധനം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇതില് നമ്പർ എഴുതിയിട്ടുണ്ടോ തിരിച്ചു കോണ്ടാക്ട് ചെയ്യാൻ വിളിക്കാനായിട്ട്?
മൊബൈലുണ്ടോ? വരുമാന നമ്പർ എഴുതിയുണ്ടോ അതില്? എന്താ അച്ഛനുണ്ടോ? മോളിൽ അച്ഛനാണോ? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? സ്റ്റേഷനറി. എവിടെ? എത്ര ശമ്പളം? 10. ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. 10 ദിവസമായിട്ട്. ആര് നോക്കും? നോക്കുന്നു പറഞ്ഞു. ഇപ്പൊ വേറെ വേണമെങ്കിൽ ജോലിക്ക് പോവാം അല്ലേ? ശമ്പളം കൂടുകയാണെങ്കിൽ പോയിക്കൂടെ? ഇതിൽ നമ്പർ ഉണ്ടല്ലോ അല്ലേ വിളിക്കാൻ? എന്താണ്? രോഗത്തിന് ജില്ലാ ആശുപത്രിയിലെ മരുന്ന് കിട്ടുന്നില്ല. 2-3 തരം മരുന്ന് കിട്ടാതില്ല. അത് വർഷങ്ങളായി കിട്ടാതില്ല. 2020 കിട്ടിയത്. അപ്പൊ അവിടെ അതെ, അപ്പോ ഇവര് ഒരു അപേക്ഷ തരണം. ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് എഴുതി തരണം. ഒരു മരുന്ന് വാങ്ങിക്കുന്നതിന്റെ ലിസ്റ്റ് അവിടെ കൊടുക്കുന്നത്. ഇത്രയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് 3 മരുന്ന് അവിടെ ഇല്ല. ബാക്കി ഏത് 3 മരുന്നാണ്? അത് എഴുതി തരണം. മരുന്ന് ഇവരെയും കൊണ്ടുപോയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി കിട്ടാത്ത മരുന്ന് ഏതാണോ ഒരു കുറിപ്പിൽ സെപ്പറേറ്റ് എഴുതി എടുത്തു കഴിഞ്ഞാലാണ് അതിന്റെ സംവിധാനം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് എഴുതിയിട്ട് തരണം. ഇവര് വരുമ്പോ അവരുടെ കയ്യിൽ എഴുതി കൊടുക്കണം കേട്ടോ. സാറ് വരും. അവർക്ക് അത് എഴുതാൻ അറിയില്ല. അപ്പൊ അത് എഴുതി തന്ന് നമ്പറും വെച്ച് കഴിഞ്ഞാൽ എന്താ കുട്ടി ചെയ്യുന്നത്? ഏത് വിഷയം? മേഴ്സി കോളേജ്. അപ്പോ മോളിലെ നമ്പർ ഇതിൽ എഴുതിയില്ല. പേന തരൂ. മേഴ്സി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പഠിക്കാനോ? പരീക്ഷയായി. എഴുതി തന്നത് പണിയെടുക്കുന്ന വീട്ടിലത്തെ അമ്മയാണ്. എവിടെയാ? ശരി. വീട്ടിലിപ്പോ ആരുണ്ട്? ഭർത്താവ്? ശരി, വിഷമിക്കണ്ട. അതാ ചെന്നിട്ട് കിടന്നു അല്ലേ? കരയണ്ട. നമ്മള് പരിഹാരം ഉണ്ടല്ലോ. എന്നെ കാണണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ അങ്ങനെ വന്നത്. വിഷമിക്കണ്ട കേട്ടോ. കരയാതിരിക്കാനല്ലേ ഇപ്പൊ കാണണമെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു വന്നത്. ഇത് ആരാണ്? ഇതൊന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ ഇത് എഴുതി കിട്ടണ്ടേ? എന്നിട്ട് ഓഫീസിൽ കൊടുക്കും. ധൈര്യമായിട്ടിരിക്കും. ഞാൻ ഇതൊന്നും കഴിഞ്ഞോട്ടെ കേട്ടോ. 10-15 ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ. വിളക്ക് തട്ടാതെ നോക്കണേ. ഈ അല്ല നമ്മുടെ ഓഫീസ് എവിടെയാന്ന് പറഞ്ഞു കൊടുക്കും. ശരി.
നമസ്കാരം. ആ ഞാൻ കുറേ വർഷമായിട്ട് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ പഞ്ചായത്തിൽ ഒന്നും പോയി കിട്ടിയിട്ടില്ല. വീടോ സ്ഥലമോ 2 പെൺകുട്ടികളോ വലുതായി അവര് വലിയ കുട്ടികൾ. എവിടെയുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്നത്? അല്ല, ഒരാൾ നേഴ്സിംഗ് പഠിക്കുന്നു, എവിടെ? ഒരാൾ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ. അവിടുത്തെ കഴിയാനാണ്. പക്ഷെ ഇവിടെ ഇരിക്കാൻ വീടോ സ്ഥലമോ ഒന്നുമില്ല. ഇന്നേ വരെ ഒന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെറിയാം ഇതൊക്കെ സ്ഥലമുണ്ടോ? സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കിടക്കുന്നു. എന്തെങ്കിലും ചെയ്ത് സഹായിച്ചു. തീർച്ചയായിട്ടും. പരപ്പന അവിടെ അഭിഷേക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കും. പാലാന ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. പാലാന എന്തെല്ലാം അപേക്ഷ എഴുതിയ അപേക്ഷ ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഇവരെ പരിചയമില്ലേ? ആ പഞ്ചായത്ത് ഓഫീസിലാണ് കൊടുക്കേണ്ടത്. പേപ്പറായിട്ട് കൊടുക്കണം കേട്ടോ. നമ്പർ തിരിച്ചു വിളിക്കാനുള്ള നമ്പർ വേണം. എനിക്ക് 2 ആൺമക്കളാണ്, ഇരട്ടകളെ. അതിൽ ഒരുത്തരും കിഡ്നി പേഷ്യൻ്റ് കോയമ്പത്തൂർ സർജറി ഇൻഫെക്ഷനായി ഒരു 40 ലക്ഷം ചിലവായി. രണ്ടാമത് കുട്ടിക്ക് ഇതേമാതിരി കിഡ്നി മാറ്റി വെക്കണം. അതിനി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ്ട്രോ മിംസിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ ഇത് കോപ്പിയല്ലേ? ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ വീട്ടിൽ ഞാനിപ്പോൾ ഇപ്പോൾ വെള്ളം പോലും കുടിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഓരോ വയസ്സായ അമ്മയുണ്ട് കൂടെ. 80 വയസ്സ് കഴിഞ്ഞു. എന്തെങ്കിലും 30 വർഷം വയസ്സിൽ ഇപ്പോൾ വർക്കിങ്ങനെ വീട്ടിലാണ്. ശരി. ഇതില് നമ്പർ എഴുതിയിരുന്നു. ആ കാര്യങ്ങൾ എഴുതിയിരുന്നു. ചെറിയൊരു ചായ സംവിധാനമൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിച്ചു വേണം പോവാൻ. കിടക്കണം. കുട്ടികള് 2 മക്കളാണ്. ഒരു മോള് മാരേജ് മോന്റെ ജോലിക്ക് പോകണം. അസ്ട്രോളജി. പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞു വീടാനായി എപ്പോൾ നിലനിർത്തുന്നറിയില്ല. ഞങ്ങൾ വേറെ വഴിയൊന്നും. ഓക്കെ. ഇത് നമ്പർ എഴുതിയിട്ടില്ല? തിരിച്ചു വിളിക്കാൻ ഉണ്ടോ? എഴുതണം. അപ്പോഴല്ലേ വിളിക്കാൻ പറ്റില്ല. നമ്പർ കാണാതെ അറിയോ? കൊച്ചൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടാണ്. അവർ ഹോസ്പിറ്റലായതുകൊണ്ട് വരാൻ പറ്റില്ല. എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഡയറക്റ്റ് സമ്പാദിച്ച് അധ്വാനിച്ച് കഴിഞ്ഞാൽ എനിക്ക് റോഡ് സൈഡ് ഒരു കച്ചവടം നടത്താനുള്ള ഒരു സാങ്ഷൻ ഓർഡർ മാത്രം എടുത്തു. സ്ഥലമുണ്ടോ? സ്ഥലവും ഇല്ല. റോഡ് സൈഡ് പഞ്ചായത്തിലാണ് എൻ്റെ വീട്. മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയാലും മതി ചേച്ചി. പിന്നെ നമ്മൾ ഈ കാര്യത്തിൽ ചേച്ചി ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിൻ്റെ എന്ത് വേണമെങ്കിലും ഞാൻ ആളായിട്ട് നിങ്ങളുടെ കൂടെ വിളിച്ചാൽ ഞാൻ വരാം. എൻ്റെ നമ്പർ തരാം. ഞാൻ നമ്പർ വേണം. പിന്നെ പാത്തിക്കലിൽ ഒരു ദിവസം വിളിക്കണം. പാത്തിക്കലിൽ ഒരു ദിവസം വിളിക്കണം. വിളിച്ചിട്ട് ആള് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ തയ്യാറാണ്. അതിന് ഇനീഷ്യൽ സ്റ്റേജിൽ പൈസയൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ഇലക്ഷൻ സമയത്ത് പൈസയും വേണ്ട അവർക്ക്. റോഡ് സൈഡിലൊരു സ്ഥലം, റോഡ് സൈഡ് എനിക്ക് കഴിയാനായിട്ട് എനിക്ക് ജീവിച്ചു പോണ്ടേ. അപ്പൊ എനിക്ക് അതിനൊരു സാങ്ഷൻ ഓർഡർ തീർച്ചയായിട്ടും തന്നെ. ഞാനൊരു വണ്ടി അവിടെ കൊണ്ടിട്ട മുനിസിപ്പാലിറ്റിക്കാരോ ആരായാലും വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പൊ എടുത്തുകൊണ്ട് പോവാത്ത രീതിയിൽ എനിക്ക് ആക്കി തരണം. പിന്നെ ഈ പ്രവർത്തനം എൻ്റെ ആളായിട്ടുള്ള എല്ലാ പ്രവർത്തനവും ഞാൻ ചെയ്തു. ഞാനുണ്ടാവും. ഞാൻ കച്ചവടം ചെയ്തിട്ട് വണ്ടി ഹോസ്പിറ്റലിലെ ബാക്കില് തുണി കച്ചവടം, ചായ കച്ചവടം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ നീക്കട്ടെ. ഓ ആയിക്കോട്ടെ. എന്നെ എന്ത് പ്രവർത്തനം വിളിച്ചാലും ഞാൻ. അല്ല, എന്റെ കൂട്ടത്തിന് 2 ആളെ അങ്ങോട്ട് തരാം. ഓ ആയിക്കോട്ടെ, സഹായിക്കാനായിട്ട്. ആയിക്കോട്ടെ. ഓ ശരി ഓക്കെ. ഞാൻ പോട്ടെ. ഞാനൊരു വർക്കില് ചെയ്യാണ്. അപ്പൊ ഞാൻ വന്ന് നമ്പർ അല്ലല്ല ഈ നമ്പർ അല്ല, ഞാനൊരവിടെ ജോലി ചെയ്തോണ്ടിരിക്കും. നമ്പർ പേര് നമ്പർ അറിയോ? 96 56 36 2017. വിജയകുമാരി എന്നാണ് പേര്.
സൗനിധി മുനിസിപ്പാലിറ്റി. അപ്പൊ ചേച്ചി എന്തിനു വിളിച്ചാലും ഞാനുണ്ടാവും. ബാക്കിലെ റോഡിന്റെ പ്രശ്നം വന്നപ്പോൾ കണ്ണാടി ഒന്നാം പാടാണ്. ഒന്നാം വാർഡാണ് കണ്ടത്. പിന്നെ കട വെച്ചിരിക്കാനാ പറയുന്നത്. ഇപ്പോൾ ഈ പെരുവഴി കച്ചവടക്കാർക്ക് നമ്മൾ ഗാഡി കൊടുക്കുന്നത് അത് 2005 മുതൽ ഇന്ന് രാത്രി മറുപടി പറയാം. തീർച്ചയായും എനിക്ക് സാങ്ഷൻ ഓർഡർ എടുക്കണം. ശരി പോട്ടെ. ശരി തിരക്ക് കൊണ്ടാണ്. പോകോളൂ. തിരക്ക് കൊണ്ട്. ശരി. നമ്മുടെ കാര്യപരിപാടികൾ ജസ്റ്റ് നമ്മളോട് 2 വാക്ക് സംസാരിക്കും. അതിന് മുന്നേ നമുക്ക് ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നിവേദനം ഇനി കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ കണ്ണാടിയിലെ പഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ പാത്തിക്കിലാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഉള്ളത്. നമ്മുടെ അനീഷ് അവരെ കോൺടാക്ട് ചെയ്താലും മതി. സ്വന്തം അക്കൗണ്ടിലോ ഇതിന് യാതൊരു സഹായം ലഭിച്ചിട്ടില്ല. ഇത് നമ്പർ അല്ലേ? വിളിച്ച് സംസാരിക്കാം രാത്രി. ഈ വഴിക്ക് ചേച്ചി കൈമാറുന്നു. നിവേദനമല്ല, വൈകിട്ട് മുറിവാട്ടിൽ 6:30 വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ കുറച്ച് പറയുന്നത് ആര് വരുന്നുണ്ട്? മാഡം വരുന്നുണ്ട് അങ്ങോട്ട് ആ വരുന്നുണ്ട്. ആ അപ്പോൾ അവിടെ ഓക്കെ. ആ കിഡ്നി രോഗിയാണ്, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നത്. നമ്പർ എഴുതിയുണ്ടോ? നമ്പറിൻ്റെ അപേക്ഷയിലെ നമ്പർ. ശരി. കാരണം പറയുമ്പോൾ CGHS വെൽനസ് സെൻ്റർ ഇല്ല അവിടെ. അതിന് വേണ്ട എല്ലാ 8,000 സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് റിട്ടയറീസ് ഉണ്ട്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ അത് സാറ് സംസാരിക്കണം. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കാരണം പല ദിവസങ്ങളും നമുക്ക് എൻ്റെ ഫോണിലേക്ക് പലരുടെയും വോയിസ് മെസ്സേജുകൾ വരുന്നുണ്ട്. അതായത് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുകയാണ് ആളുകൾ. സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു പരിപാടി സ്ഥലത്ത് ഞങ്ങൾക്ക് വന്ന് നിൽക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങൾ രോഗം ബാധിച്ചവരാണ്, ഞങ്ങൾ വീടില്ലാത്തവരാണ്, അതുപോലെ തന്നെ കുട്ടികളെ പഠിക്കാൻ ഒരു കുട്ടി വിളിച്ചത് ഈ മാസം, അതായത് നാളെയോ മറ്റന്നാളോ ആയി ഫീസ് അടച്ചില്ലെങ്കിൽ, അച്ഛൻ ക്യാൻസർ രോഗിയാണ്, ഫീസ് അടച്ചില്ലെങ്കിൽ ആ കുട്ടിയുടെ പഠനം മുടങ്ങും എന്ന രീതിയിലാണ്. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഫോൺ കോളുകൾ ഈ കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ അധികാരികളായിട്ടുള്ള നിയോജകമണ്ഡലത്തിൻ്റെ അധ്യക്ഷനോടും പഞ്ചായത്ത് അധ്യക്ഷനോടും ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ഒരുമിച്ചിരിക്കണം. ഇവിടെ പരാതി വാങ്ങാനായിട്ട് എത്ര തിരക്കുണ്ടെങ്കിലും ഇവിടെ നമ്മൾ വരാൻ കാരണം നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഒരുപാട് തിരക്കുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥിയെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കിടയിലേക്ക് വരിക എന്നുള്ളത് കഴിഞ്ഞ് മതി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിവിടെ പാർട്ടി പരിപാടി എന്നുള്ള രീതിയിലല്ല ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ എത്തി നിവേദനം തരികയുണ്ടായി. ഞാൻ ഇന്നലെ എൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ സുരേന്ദ്രനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഞാൻ MLA ആയാൽ, മഞ്ചേശ്വരത്ത് അദ്ദേഹവും ജയിച്ചാൽ, 2 പേർക്കും ക്ലബ് ചെയ്തുകൊണ്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കും, നിങ്ങളെങ്ങനെ വീടുണ്ടാക്കും, വീടുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പൈസ എവിടെ നിന്ന് കിട്ടും? ഇപ്പം ഞാൻ ശ്രീമാൻ സുരേന്ദ്രനോട് പറഞ്ഞത്, കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് 3 പതിറ്റാണ്ടോളം പൊതുപ്രവർത്തനം നടത്തിയ ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് എന്തുകൊണ്ട് ഒരു CSR ഫണ്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇതിന് അനുസൃതമായ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും അതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ ഈ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ പ്രോട്ടോക്കോളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ സംസാരിക്കാൻ സൂക്ഷിക്കണം, പരാതി കിട്ടിക്കഴിഞ്ഞാൽ മറുപടി പറയാൻ പറ്റില്ല, ഒരു അമ്പലത്തിൽ കയറി പൂജാരിക്ക് ഒരു ദക്ഷിണ കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെയാണല്ലോ ഇപ്പം നിലനിൽക്കുന്ന, അതായത് അത് ഗവൺമെന്റിന്റെ നിർദ്ദേശമാണ്, അത് ഏതൊരു വ്യക്തിയും പാലിക്കുകയും വേണം, സ്ഥാനാർത്ഥി പ്രത്യേകിച്ചും പാലിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ മറ്റു മറുപടികളൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ കാണാൻ വന്നവർക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം, തീർച്ചയായിട്ടും ഇതിന് നടപടി ഉണ്ടാവും എന്ന് കേന്ദ്ര ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ, പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ, എൻ്റെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനുമായിട്ടും ഞാൻ കഴിഞ്ഞ 4 ദിവസം മുൻപ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ പല സംസ്ഥാനങ്ങളിലും
നടപ്പിലാക്കിയിട്ടുള്ള 1500 രൂപ ഒരു വീട്ടിലേക്ക് അവർക്ക് നിത്യവൃത്തിക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് 1500 രൂപ റിഡക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു അക്ഷയ കാർഡ് അത് നമ്മൾ ഇവിടുത്തെ എല്ലാവർക്കും കൊടുക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മളത് പ്രകടന പത്രികയിൽ എഴുതി ചേർത്തിട്ടുമുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം വഴിയെ വരും. കാരണം 3 മാസത്തിനുള്ളിൽ 700 കോടിയുടെ പദ്ധതികൾ അത് പാലക്കാടിലേക്ക് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അത്ര കണ്ട് വികസനം ഈ പാലക്കാട് ഉണ്ടാവും. അത് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രൈം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങ് പാലക്കാട്ടേക്ക് വരണം എന്ന് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ അഭ്യർത്ഥിച്ച് 2 ദിവസത്തിനുള്ളിലാണ് നമുക്ക് മറുപടി കിട്ടിയത്. പാലക്കാടിലെ ജനങ്ങളെ കാണാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്നു നാളെ വൈകുന്നേരം എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ചില ആളുകളൊക്കെ ഫോണിൽ വിളിച്ച് വോയിസ് മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾക്കിനി ജീവിക്കണമെന്നില്ല എന്നാണ്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ശോഭയുണ്ട്, നിങ്ങളുടെ അനുജത്തിയായിട്ടോ അമ്മയായിട്ടോ അല്ലെങ്കിൽ മകളായിട്ടോ ഞാനിവിടെ ഉണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞ വാക്കൊന്നും മാറ്റുകയില്ല. അത് നടപ്പിലാക്കി തരുമെന്ന് കണ്ണാടി പഞ്ചായത്തിലെ മുഴുവൻ സഹോദരി സഹോദരന്മാരെയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.